ഒരു റീഇൻഫോഴ്സ്മെന്റ് ഫ്യൂസിംഗ് മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ ഈ മെഷീൻ സുരക്ഷിതമായും കാര്യക്ഷമമായും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ നിങ്ങളെ ഘട്ടം ഘട്ടമായി കൊണ്ടുപോകും. ആദ്യം മെഷീന്റെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം. താപനില കൺട്രോളർ, ടെമ്പറേച്ചർ കൺട്രോളർ, ടൈം കൺട്രോളർ, പ്രഷർ റെഗുലേറ്റർ തുടങ്ങിയ പ്രധാന ഭാഗങ്ങൾ ഇവിടെയുണ്ട്. സുരക്ഷ എപ്പോഴും ഒന്നാമതാണ്. കയ്യുറകളും ഒരു ഏപ്രണും ഉൾപ്പെടെ എല്ലായ്പ്പോഴും ഉചിതമായ സംരക്ഷണ ഗിയർ ധരിക്കുക. എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ഉചിതമായ താപനിലയിൽ എത്താൻ അനുവദിക്കുക. നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് താപനിലയും മർദ്ദവും ക്രമീകരിക്കുക. നിങ്ങൾ ശക്തിപ്പെടുത്താൻ പോകുന്ന മെറ്റീരിയൽ തയ്യാറാക്കുക. ആകൃതി അനുസരിച്ച് തുകൽ അല്ലെങ്കിൽ മെറ്റീരിയൽ മുറിക്കുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അനുയോജ്യമായ റെയിൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ മുറിക്കുക. ലെതർ അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിച്ച് ബലപ്പെടുത്തൽ മെറ്റീരിയൽ വിന്യസിക്കുക. ചുളിവുകളോ കുമിളകളോ ഇല്ലെന്ന് ഉറപ്പാക്കുക. മെഷീനിലേക്ക് വിന്യസിച്ച മെറ്റീരിയൽ ശ്രദ്ധാപൂർവം നൽകുക. ഉരുകുന്ന സമയത്ത് തെറ്റായ ക്രമീകരണം ഒഴിവാക്കാൻ അവ ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മെഷീൻ ആരംഭിച്ച് ചേരുന്ന പ്രക്രിയ നിരീക്ഷിക്കുക. മെറ്റീരിയലുകൾ മെഷീനിലൂടെ സുഗമമായി നീങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. ആവശ്യമായ താപനിലയും മർദ്ദവും ഉള്ള മെഷീനിൽ ബോണ്ടിംഗ് പ്രക്രിയ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അസംബ്ലി പ്രക്രിയ പൂർത്തിയായ ശേഷം മെഷീനിൽ നിന്ന് മെറ്റീരിയൽ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുക. അറ്റാച്ച് ചെയ്ത മെറ്റീരിയൽ ഏതെങ്കിലും തകരാറുകൾക്കായി പരിശോധിക്കുക. ബലപ്പെടുത്തൽ തുണിയിൽ സുരക്ഷിതമായി ഘടിപ്പിച്ചിരിക്കണം. ആവശ്യമായ ജോലി പൂർത്തിയാക്കിയ ശേഷം മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഒപ്റ്റിമൽ പ്രകടനത്തിന് പതിവ് അറ്റകുറ്റപ്പണി പ്രധാനമാണ്. ഓരോ ഉപയോഗത്തിനും ശേഷം മെഷീൻ വൃത്തിയാക്കുക. ഏതെങ്കിലും വസ്ത്രങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക.